ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. എല്ലാ പ്രിയ ശ്രോതാക്കളെയും ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ശമൂവേലിന്റെ 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ള 113-ാമത്തെ എപ്പിസോഡാണ് അങ്ങ് ശ്രദ്ധിക്കുന്നത്. നാം ഓർത്തതുപോലെ 11-ാം അധ്യായം തുടങ്ങുമ്പോൾ അമോന്യനായ നാഹാഷ് എന്ന ഒരു മനുഷ്യൻ ഇസ്രയേൽ ജനത്തിനെതിരെ ഭീഷണിയുടെ ശബ്ദമുയർത്തുന്നത് കാണുവാൻ കഴിയുന്നു. ദൈവജനത്തിനെതിരെ നിരന്തരം നിൽക്കുന്ന പിശാചിൻ്റെ തന്ത്രം അല്ലെങ്കിൽ അവൻ്റെ ഭീഷണിയുടെ ചിത്രം നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുകയാണ്. അവൻ്റെ ആവശ്യമെന്ന് പറയുന്നത് ഇസ്രയേൽ ജനത്തിൻ്റെ മേൽ നിന്ന വരത്തക്കവണ്ണം അവരുടെ വലങ്കണ്ണൊക്കെയും ചുഴന്നെടുത്തു കൊടുക്കണം എന്നുള്ളതാണ്. ഇത് പിൽക്കാലഘട്ടത്തിൽ ഇസ്രയേൽ ജനത്തിന് വരുവാൻ പോകുന്ന കാഴ്ചയുടെ കുറവ് എന്നേക്കും നിലനിർത്തുന്നൊരു വിഷയമാണ്. പിശാച് ആഗ്രഹിക്കുന്നതും മറ്റൊന്നല്ല, ദൈവജനത്തിൻ്റെ ആത്മീക കണ്ണിൻ്റെ കാഴ്ച പരിതാപകരമാക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഞാനിങ്ങനെ ഓർമ്മപ്പെടുത്തട്ടെ, ദൈവം തൻ്റെ ജനത്തെ കൈവിടുന്നവനല്ല എന്നുള്ളതാണ് ഈ അധ്യായം പുരോഗമിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവം ശൗലിനെ ഉണർത്തുന്ന ചരിത്രത്തിലേക്ക് ഈ പുസ്തകം നമ്മളെ കൊണ്ടെത്തിക്കുകയാണ്. ശൗലിനെ ഒന്ന് ശ്രദ്ധിക്കുക. 4-5 വാക്യങ്ങൾ, 11-ാം അധ്യായം ശമൂവേലിന്റെ 1-ാം പുസ്തകം. ദൂതന്മാർ ശൗലിന്റെ ഗിബയിൽ നിന്ന് ആ വർത്തമാനം ജനത്തെ പറഞ്ഞു കേൾപ്പിച്ചു. ജനമെല്ലാം ഉറക്കെ കരഞ്ഞു. അപ്പോൾ ഇതാ, ശൗൽ കന്നുകാലികളെയും കൊണ്ട് വയലിൽ നിന്ന് വരുന്നു. ജനം കരയുന്ന സംഗതി എന്ത് എന്ന് ശൗൽ ചോദിച്ചു. അവർ യാബേശ്യരുടെ വർത്തമാനം അവരെ അറിയിച്ചു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവജനത്തിൻ്റെ കരച്ചിലിൻ്റെ ശബ്ദമാണ്. ജനമെല്ലാം ഉറക്കെ കരയുകയാണ്. എന്നാൽ അവിടെ ഇതാ വ്യത്യസ്തമായ നിലയിൽ ദൈവം ശൗലിനെ ഉപയോഗിക്കുന്ന ചരിത്രമാണ് കാണുവാൻ കഴിയുന്നത്. 6-ാം വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. ശൗൽ വർത്തമാനം കേട്ടപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ശക്തിയോടെ വന്നു എന്നുള്ളത് കാണുവാൻ കഴിയുന്നു. പഴയ നിയമ കാലഘട്ടത്തിന് ഒരു പ്രത്യേകതയുണ്ട് എന്നുള്ളത് വചനം പഠിച്ചാൽ കാണുവാൻ കഴിയുന്നു. അത് പുതിയ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ഉപദേശപരമായ വിഷയം ശരിയായി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. പഴയ നിയമത്തിൽ വ്യത്യസ്തമായ പല ഭാഗങ്ങളിൽ ദൈവദാസന്മാരുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ വരുന്നതും അവർ ചില നിയോഗങ്ങൾ പൂർത്തിയാക്കുന്നതും കാണുവാൻ കഴിയുന്നു. ദൈവജനത്തിൻ്റെ മധ്യേ അവരുടെ പ്രത്യേകമായ ആവശ്യങ്ങൾക്കു വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവം നിയോഗിക്കുന്നവരുടെ മേൽ ശക്തിയോടെ വരികയും അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അവരെ ഉദ്യമിപ്പിക്കുകയും അവർ ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തീർക്കുകയും ചെയ്യുന്നുണ്ട്. പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രത്യേകമായ ആവശ്യങ്ങൾക്കായി വന്ന് പോകുന്നത് കാണുവാൻ കഴിയുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ചരിത്രം അല്പം വ്യത്യസ്തമാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ രക്ഷിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ മേൽ, ഒരു വിശ്വാസിയുടെ മേൽ പരിശുദ്ധാത്മാവാം ദൈവത്തെ ആദ്യദാനമായി നൽകുകയാണ്. രക്ഷിക്കപ്പെടുന്ന നിമിഷം തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ മന്ദിരമായി തീരുന്ന വിശ്വസിക്കുന്നവൻ്റെ ശരീരത്തിലേക്ക്, അവൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുന്നു. തന്നെയുമല്ല, ഈ പരിശുദ്ധാത്മാവ് വീണ്ടെടുപ്പ് നാൾ വരെ, യേശു കർത്താവിൻ്റെ വരവ് വരെ ആ വ്യക്തിയിൽ വസിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഇത് നമ്മളെ സന്തോഷിപ്പിക്കേണ്ടുന്ന വസ്തുതയാണ്. പഴയ നിയമ കാലഘട്ടത്തിൽ പ്രത്യേകമായ ആവശ്യങ്ങളുടെ നിവൃത്തിക്കായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു പോയിരുന്നുവെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ എന്നേക്കും വസിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ കഴിയുക. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ രക്ഷിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് എന്നുള്ള വസ്തുത വളരെ വ്യക്തമായി വെളിപ്പെടുത്തുന്നു.
നടത്തുന്നുണ്ട്. റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവെന്ന ആദ്യ ദാനത്തെക്കുറിച്ച് കാണുവാൻ കഴിയുകയാണ്. നമ്മുടെ ചിന്താഭാഗത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇവിടെ ഇതാ ഒരു കാര്യം കാണുവാൻ കഴിയുകയാണ്. തൻ്റെ മക്കളുടെ ഇസ്രയേൽ ജനത്തിൻ്റെ പ്രത്യേകമായ ദുസ്ഥിതി കണ്ടപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടുകൂടെ ശൗലിൻ്റെ മേൽ വരുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ് പിന്നീട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ, ഒരു വിശ്വാസിക്ക് പിശാചിൻ്റെ തന്ത്രങ്ങളെ ജയിപ്പാനായിട്ട് കഴിയണമെങ്കിൽ, ഒരു വിശ്വാസിക്ക് പിശാചിൻ്റെ തന്ത്രങ്ങളെ തോൽപ്പിക്കാനായിട്ട് കഴിയണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ ജീവിതം ഉണ്ടാകണം. രക്ഷിക്കപ്പെടുന്ന നിമിഷം പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ വരുന്നു. ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, ആത്മനിറവ് ആവർത്തിക്കപ്പെടുന്നതാണ്. ഒരുവൻ വചനത്തെ അനുസരിക്കുന്നതിനോട് ബന്ധപ്പെട്ടും ദൈവത്തിൻ്റെ വചനത്തോട് കീഴ്പ്പെടുന്നതിനോട് ബന്ധപ്പെട്ടും പരിശുദ്ധാത്മാവിൻ്റെ കൽപ്പനകൾക്ക് മറുതലി പറയാതെ തീർത്തും വിധേയപ്പെടുന്നതിനോട് ബന്ധപ്പെട്ടും അവൻ്റെ ആത്മനിറവിൻ്റെ അനുഭവം അനുഗ്രഹീതമായിട്ട് തീരും. പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നുണ്ട്. എന്നാൽ ആത്മാവിനാൽ നിറയുമ്പോൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുന്ന ക്രിസ്തീയ ജീവിതം ഉണ്ടാകുമ്പോൾ, ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, അനേക കാര്യങ്ങൾ ചെയ്തു തീർപ്പാനായിട്ട് ദൈവം നമ്മളെ ഉപയോഗിക്കും. ഇവിടെ ഇതാ തൻ്റെ ജനത്തിൻ്റെ വീണ്ടെടുപ്പിനായിട്ട് ശൗലിൻ്റെ മേൽ ശക്തിയോടെ പരിശുദ്ധാത്മാവ് വരികയാണ്. നമുക്ക് ഒരു പ്രാർത്ഥന ഹൃദയത്തിൽ നിന്നുണ്ടാകണം. എന്താണത്? കർത്താവേ, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർപ്പാൻ തക്കവണ്ണം ആത്മാവിനെ അനുസരിക്കുന്ന ആത്മനിറവിൻ്റെ ജീവിതം എനിക്കുണ്ടാകുവാൻ അങ്ങ് പ്രസാദിക്കണം. എന്നോട് കരുണ കാണിക്കണം. എൻ്റെ കുറവുകളെ കാണുവാനും ഏറ്റുപറയുവാനും അവിടുത്തെ ആത്മാവിൽ ശരണപ്പെടുവാനും എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഏതു വ്യക്തിക്കും ഒരു വലിയ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ സ്വന്തമാക്കാനായിട്ട് സാധിക്കും. അതിനായിട്ട് കർത്താവ് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം അങ്ങേ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.